കൃത്യമായി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കോൺഗ്രസിന്റെ നയപരിപാടികളിലും നയരൂപീകരണ വേളകളിലുമൊക്കെ കൃത്യമായി ഇടപെടുകയും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരൻ എന്ന മേൽവിലാസം ഡോക്ടർ സിംഗിന് അനുയോജ്യമല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച ശേഷം അദ്ദേഹം അതിനുശേഷമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിനൊപ്പം ഡോക്ടർ സിംഗ് നിന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് നേരിടേണ്ടിവന്ന ഒരു ആക്ഷേപം ഇപ്പോൾ പ്രധാനമന്ത്രി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഡോക്ടർ സിംഗിന് പുഷ്പചക്രം സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരം അർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്നു. ആർ അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ പറയൂ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഡോക്ടർ സിംഗിന്റെ മൃതദേഹം നിഗംബോധ് ഘട്ടിലേക്ക് സംസ്കാരത്തിനായി വിലാപയാത്രയായാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ മുതിർന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇപ്പോൾ പ്രണാമം അർപ്പിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്. അദ്ദേഹം പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് കുറിക്കപ്പെടാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും നവീനമായ ആശയങ്ങൾ രാജ്യത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു എന്ന അർത്ഥത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ നയം നടപ്പാക്കാൻ ഉറച്ച ബോധ്യങ്ങളോടുകൂടി മുന്നോട്ട് വന്നു എന്ന നിലയിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 1991 ധനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ സിംഗ് സ്വീകരിച്ച ഉദാരവൽക്കരണ നയ സമീപനമാണ് രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയത്. ആ അർത്ഥത്തിൽ ഡോക്ടർ സിംഗിന്റെ സംഭാവനകളെ വിലപ്പെട്ടതായി ചരിത്രം വിലയിരുത്തും. അതുതന്നെയാണ് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സന്ദർഭത്തിലും മാധ്യമപ്രവർത്തകർ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത് ചോദിച്ചപ്പോൾ ചരിത്രം എന്നോട് ദയ കാണിക്കും എന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രശസ്തമായ പ്രതികരണം. ഒരുപാട് സംസാരിക്കുകയും പ്രകടനപരതയിലും വിശ്വസിക്കാതിരുന്ന ഡോക്ടർ സിംഗ് അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന തരത്തിലായിരിക്കണം നയങ്ങൾ രൂപീകരിക്കേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഡോക്ടർ സിംഗ്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വിമർശനം സോണിയ കുടുംബത്തോടുള്ള വിധേയത്വമായിരുന്നു. ഗാന്ധി കുടുംബത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വത്തെ കുറിച്ചായിരുന്നു. സോണിയാഗാന്ധിയുടെ ഒരു ആജ്ഞാനുവർത്തിയായി ഡോക്ടർ സിംഗ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. രണ്ടാം UPA സർക്കാർ കടുത്ത അഴിമതി ആരോപണങ്ങളിൽ ഉലയുമ്പോഴും വ്യക്തിപരമായി ഒരു തരത്തിലുള്ള കളങ്കവും ഡോക്ടർ സിംഗിന് ഏൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സർക്കാരിന്റെ തലപ്പത്ത് അതിനെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ വിമർശനങ്ങളുടെയൊക്കെ നിഴലിൽ ഡോക്ടർ സിംഗിനും നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ നിഗംബോധ് ഘട്ടിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിക്ക് ആദരം അർപ്പിക്കുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ്, പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. നിഗംബോധ് ഘട്ടിൽ ഇപ്പോൾ ആചാരങ്ങൾ പൂർത്തിയാവുകയാണ്. അല്പസമയത്തിനകം തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുള്ള സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോഴുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ഇപ്പോൾ നിഗംബോധ് ഘട്ടിൽ ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും ഇപ്പോൾ നിഗംബോധ് ഘട്ടിന് പുറത്താണ് നമ്മൾ ഉള്ളത്. കാരണം ഇവിടെ വലിയ സുരക്ഷയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയം മുമ്പ് എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗിന്റെ ജീവിതകാലത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിമർശകരായ ആളുകൾ പോലും ഇപ്പോൾ ഈ ചടങ്ങിൽ ഉണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന് വലിയ ആദരവ് നൽകുന്നു എന്നതാണ് നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ച. നേരത്തെ തീരുമാനിച്ചതിലും ഒരല്പം വൈകിയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ 11:45 തന്നെ ചടങ്ങുകൾ തീരാനുള്ള സാധ്യതയായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് കുറച്ചുകൂടി വൈകുന്നുണ്ട്. ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി വന്ന് ആദരം അർപ്പിക്കുന്ന ചടങ്ങാണ്. അത് പൂർത്തിയാവുന്നതോടെ മതപരമായ ചടങ്ങുകൾ തുടങ്ങുകയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും. ഏതായാലും വലിയൊരു സുരക്ഷ ഈ മേഖലയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അങ്ങനെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഇപ്പോൾ നയിക്കുന്ന നേതാക്കൾ പലരും ഈ പരിപാടിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ
തന്നെ ആ തരത്തിലുള്ള സുരക്ഷ കൂടി ഇവിടെ പ്രകടമായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ കഴിയുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ച് ആ രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ ആ മഹാനായ ഒരു നേതാവിന് നമ്മുടെ രാജ്യം വിട നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം അർഹിക്കുന്ന ഒരു ആദരവ് നമ്മുടെ രാജ്യം നൽകുന്നുണ്ട് എന്ന് ഈ കാഴ്ച നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തെ ഇപ്പോൾ നയിക്കുന്ന ആളുകളും അതിലെ പ്രതിപക്ഷത്തിലുള്ള ആളുകളും ഒക്കെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിന് വിട നൽകുകയാണ്, അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുകയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ നിഗംബോധ് ഘട്ടിലേക്ക് എത്തിയത് നമ്മൾ നേരത്തെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏതായാലും അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകളും തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് ആളുകളെ നിഗംബോധ് ഘട്ടിലേക്ക് നേരത്തെ പൂർണ്ണമായി ആരെയും പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലാതെ മറ്റാരെങ്കിലും ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറത്ത് നിഗംബോധ് ഘട്ടിന് പുറത്ത് ഉണ്ടായിരുന്ന ആളുകളെ ചിലരെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഗോപികൃഷ്ണൻ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പ്രധാനമന്ത്രി, മുതിർന്ന മന്ത്രിമാർ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവർ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരം അർപ്പിക്കുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്തു. പുഷ്പചക്രം സമർപ്പിച്ച ശേഷം അവർ ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നിഗംബോധ് ഘട്ടിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ആർ അച്യുതൻ വിവരങ്ങൾ നൽകാനുണ്ട് നിഗംബോധ് ഘട്ടിൽ നിന്ന്. അച്യുതൻ, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണല്ലോ, എന്തെല്ലാമാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, നിലവിലിപ്പോൾ വിവിധ, അതായത് ഇതിനു മുൻപായിട്ട് സേനാ മേധാവികൾ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ രാഷ്ട്രപതിയും അന്തിമോപചാരം അർപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും സിഖ് മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ, സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. ഭൗതിക ശരീരം ദഹിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് അവരുടെ സിഖ് മതാചാര പ്രകാരമുള്ള ഒരു സങ്കീർത്തനം കാണും. അതിനുശേഷമായിരിക്കും ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകളിലേക്ക് കൂടി കടക്കുക എന്നതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10:30 കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചത്. ജനാരവങ്ങൾ ഇവിടെയും ഈ നിഗംബോധ് ഘട്ടിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിരുന്നു. നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, മുതിർന്ന നേതാക്കളടക്കം ഇവിടേക്ക് എത്തുന്നൊരു പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചെത്തിയ പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് തടയുകയും ചെയ്തു. എന്തായാലും നിലവിലിപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നമുക്കറിയാം 93-ൽ അദ്ദേഹം 91-ൽ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം നടത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യ നേരിട്ടിരുന്ന സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിലൂടെയാണ് ശ്രദ്ധേയമാവുന്നത്. അദ്ദേഹത്തിന് മേൽ PV നരസിംഹറാവു അർപ്പിച്ച വിശ്വാസം അദ്ദേഹം അതേപടി അതിനെ യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. ഒരു ബ്യൂറോക്രാറ്റായിരുന്ന കാലഘട്ടത്തിൽ പോലും ലളിതപരമായിട്ടുള്ള, വളരെ ലാളിത്യത്തോടു കൂടിയുള്ള ഒരു ജീവിത ശൈലി പിന്തുടർന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ സൈക്കിൾ റിക്ഷയിൽ പോലും കയറാൻ മടിച്ചിരുന്ന ഒരാളാണ്. കാരണം അവർ അനുഭവിക്കുന്ന യാതനകൾ, ബുദ്ധിമുട്ടുകൾ സ്വയം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മാതാവ് ആശുപത്രിയിൽ കിടക്കുന്ന വേളയിൽ പോലും അദ്ദേഹം അതായത് തിരക്കിട്ട് പായുന്ന ആ സമയത്ത് പോലും സൈക്കിൾ റിക്ഷ ഒഴിവാക്കിയിരുന്നതായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ പലരും ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.